UDFിന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഇതിനിടയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ആദ്യം ലീഗുമായി ധാരണ ഉണ്ടാക്കി മറ്റ് കക്ഷികളുമായി ചർച്ചയിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഘടകകക്ഷി മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത ശേഷമാകും കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുക. പ്രധാന ഘടകകക്ഷികളെ എല്ലാം കേട്ട കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗുമായി വിശദമായി ചർച്ച നടത്തും. മന്ത്രിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ധാരണ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യും. കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച ലിസ്റ്റ് മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ആലോചിച്ച്, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ആലോചിച്ച്, KC വേണുഗോപാലുമായി ആലോചിച്ച് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമർപ്പിക്കും. അവരംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കും. ഞാൻ സംസാരിച്ചു. ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. UDFിന്റെ കക്ഷികളുമായിട്ടുള്ള ചർച്ച ഇപ്പം നടക്കുകയാണ് കന്റോൺമെന്റ് ഹൗസിൽ. അതോടൊപ്പം തന്നെ പാരലായി കോൺഗ്രസിന്റെ മന്ത്രിസഭയിലെ ആരൊക്കെയാണുണ്ടാകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രിയോടൊപ്പം അവരെല്ലാം ആ പ്രോസസ്സിലാണ്. എത്രയും വേഗം തന്നെ തീരുമാനങ്ങളുണ്ടാകും. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ തീരുമാനം മാധ്യമങ്ങളിൽ കൂടി നേതൃത്വം അറിയിക്കും. ഇവരായിട്ടുള്ള സാമാജികരാണ് UDFിൽ ജയിച്ചു വന്നിരിക്കുന്നത്. ഏത് ഉത്തരവാദിത്വം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ എല്ലാം അനുഭവ സമ്പത്തും യുവത്വവും പരിചയ സമ്പത്തും എല്ലാം ഉപയോഗിക്കപ്പെടും. സതീശൻ രമേശ് ചെന്നിത്തലയെ കണ്ട് മടങ്ങുകയാണ് VD സതീശൻ. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഇന്നലെയൊക്കെ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജ്യേഷ്ഠ സഹോദരനാണ്, ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ്, തൻ്റെ നേതാവാണ് എന്നും മറ്റും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരു പ്രതികരണം സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. കാര്യങ്ങൾ നല്ല വഴിക്കാണോ അതോ തർക്കങ്ങൾ തുടരുകയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടേക്കാം, അതിൽ നിന്ന് നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമായേക്കാം. ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള, അൻവർ സാദത്ത് അടക്കമുള്ള, IC ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട MLA മാരൊക്കെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ തന്നെ രാവിലെ മുതലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും അവരിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യാം. എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനായോ? അതിനുശേഷം വേണം ലീഗുമായുള്ള ചർച്ചകളിലേക്ക് സതീശന് കടക്കാൻ. തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ഈ ചർച്ചകൾ പൂർത്തിയാക്കി കാര്യങ്ങൾ ഒരു വട്ടമെത്തിക്കുക എന്നുള്ളത് അതിനിർണായകമായ കാര്യമാണ്. സൈത്ത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ട് സതീശൻ ഇറങ്ങിക്കഴിഞ്ഞു. എന്താണ് ഇന്നത്തെ പ്ലാനുകൾ? KPCC അധ്യക്ഷൻ പറയുന്നതനുസരിച്ച് വൈകുന്നേരത്തോടു കൂടി മന്ത്രിമാരെ തീരുമാനിക്കണമല്ലോ. അതെ, രാവിലെ ഒരു ആദ്യ റൗണ്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നില്ല. അനൌദ്യോഗികമായ ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ ചർച്ചകൾ ഇനി നടക്കും. ഉച്ചയ്ക്ക് ശേഷവും ചർച്ചകൾ ആരംഭിക്കും. ആദ്യ ധാരണ ലീഗുമായി ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതിൽ തന്നെ തർക്കം നിൽക്കുകയാണ്. 4 മന്ത്രിമാരെന്ന നിലപാട് കോൺഗ്രസ്, 5-ൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ്. ഇതിലെവിടെ ഒരു സൊല്യൂഷൻ എന്നതാണ്. ഒരുപക്ഷെ ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി വരുന്നു എന്ന സൂചനകൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചകളിൽ നടക്കാം. നമുക്കറിയാം, പാണക്കാട് ഹൌസിൽ അല്പസമയം മുമ്പ് സതീശൻ ലീഗ് നേതാക്കളെ കണ്ടിരുന്നു. അതൊരു അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണെങ്കിൽ കൂടിയും ആശയവിനിമയങ്ങൾ നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും ഉണ്ടാകും. എന്തായാലും ഇരു പക്ഷവും ഇരുന്നു കൊണ്ടുള്ള ചർച്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. ഇന്ന് രാത്രി വൈകി വരെ ഈ ചർച്ചകൾ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നത് ലീഗുമായുള്ള ധാരണ ഉണ്ടായാൽ തന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം കേരള കോൺഗ്രസിന് ഒരു മന്ത്രി എന്ന് ഉറപ്പാണ്. മറ്റ് ചെറു കക്ഷികൾക്കും പരിഗണന ഉണ്ടാവും. അതിൽ ചില കക്ഷികൾക്ക് ഒരുപക്ഷെ അവരെ തൽക്കാലം മാറ്റി നിർത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ചില അനുനയ നീക്കങ്ങൾ ഉണ്ടാകും. എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് കേട്ടതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരു നിലപാട് അങ്ങോട്ടേക്ക് ഇതുവരെയും ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പോവുകയാണ്. കേരള കോൺഗ്രസിനോട് ഒരു സീറ്റ് എന്ന കാര്യത്തിൽ ആശയവിനിമയം നടന്നുവെന്നും മനസ്സിലാക്കുന്നുണ്ട്. മാണി സി കാപ്പൻ അടക്കമുള്ളവർ വലിയ കോൺഫിഡൻസ് ആണ് പങ്കുവയ്ക്കുകയും ചെയ്തത്. പക്ഷേ ഇവരെ ഒരു ഫുൾ ടൈമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ ധാരണയിലേക്ക് വരിക. അതുകൊണ്ട് ഇന്ന് രാത്രി ഏറെ വൈകാനാണ് സാധ്യത. നാളെ തന്നെ ഗവർണർക്ക് മന്ത്രിമാരുടെ ലിസ്റ്റ് കൈമാറുമെന്ന് അറിയിക്കുന്നു. നാളെ തന്നെ കൈമാറിയേ പറ്റുള്ളൂ. അതാണ് സാഹചര്യം. അതുകൊണ്ട് വേഗത്തിൽ ചർച്ചകൾ നടക്കണം. ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുമായുള്ള ധാരണ ഉണ്ടാവേണ്ടത്. ആദ്യം ഘടകകക്ഷികളുമായുള്ള ധാരണ, അതാണ് ലീഗുമായി നടക്കേണ്ടത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ലീഗ് അടക്കമുള്ള കക്ഷികളുമായുള്ള ചർച്ചകൾ ആരംഭിക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.